പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, സ്പോർട്സ് കോട്ട എന്നിവയിലൊക്കെ അഡ്മിഷൻ ലഭിക്കുന്നതിനും വിദ്യാർത്ഥികൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നതാണ്. അതായത് ക്യാപ് ഐ ഡി ഉണ്ടാക്കേണ്ട നിർബന്ധം തന്നെയാണ്. കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ക്യാപ് ഐ ഡി ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല. അഡ്മിഷൻ ഫീസ് SC/ST വിദ്യാർത്ഥികൾക്ക് 195 രൂപയും മറ്റു വിദ്യാർത്ഥികൾക്ക് 470 രൂപയാണ് വരുന്നത്. വിദ്യാർത്ഥികളുടെ ഇഷ്ടാനുസരണം 4 ഇയർ ഡിഗ്രി, 3 ഇയർ ഡിഗ്രി എന്നിവ തിരഞ്ഞെടുക്കാവുന്നതാണ്. അതുകൂടാതെ വിത്ത് റിസർച്ച് ഉള്ള കോഴ്സുകളും. കമ്മ്യൂണിറ്റി ആൻഡ് മാനേജ്മെൻറ്റ് അഡ്മിഷൻ, സ്പോർട്ട് കോട്ട അഡ്മിഷൻ എന്നിവയൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. സ്പോർട്ട് കോട്ട അഡ്മിഷനിലേക്ക് കിടക്കുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മിക്ക കോളേജിലും സ്പോർട്സിൽ മികവ് നേടിയ വിദ്യാർത്ഥികൾക്കായി സീറ്റ് റിസർവേഷൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഓൺലൈനായി ക്യാപ് ഐ ഡി ഉണ്ടാക്കി അപ്ലൈ ചെയ്യുകയും പിന്നെ കോളേജുമായി ബന്ധപ്പെടുകയും ചെയ്താൽ സ്പോർട്സ് കോട്ട അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. ഏതൊക്കെ സ്പോർട്സ് ഇനങ്ങളിലാണ് മികവ് നേടിയ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുക എന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രോസ്പെക്ടസിൽ നൽകിയിട്ടുണ്ട്. അതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതായിരിക്കും. കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് എടുക്കുമ്പോൾ കോളേജുകൾ 10% അല്ലെങ്കിൽ 20% വരെ കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് സീറ്റ് ലഭിക്കുന്ന കോളേജിലുണ്ട്. അത് ഏതൊരു കമ്മ്യൂണിറ്റിയാണ് അത് നടത്തുന്നത് അതിന് കീഴിലുള്ള വിദ്യാർത്ഥികൾക്കാണ് അഡ്മിഷൻ ലഭിക്കുക. അതായത് മെറിറ്റിൽ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അതായത് കമ്മ്യൂണിറ്റിയിൽ ഉള്ള വിദ്യാർത്ഥിയാണെങ്കിൽ അവിടെ സീറ്റ് ലഭിക്കാനുള്ള ഒരു പരിഗണന. അതിനാൽ വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുമ്പോൾ കമ്മ്യൂണിറ്റി കോട്ട X നൽകിക്കൊണ്ട് ഏതേത് കമ്മ്യൂണിറ്റിയാണ് വരുന്നത് അതനുസരിച്ച് കോളേജുകൾ സെലക്ട് ചെയ്യേണ്ടതാണ്. ഇത് ഉൾപ്പെടെയാണ് 20 ഓപ്ഷൻ ഒരു വിദ്യാർത്ഥിക്ക് നൽകാൻ സാധിക്കും. എന്നാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓട്ടോണമസ് കോളേജുകൾ സെപ്പറേറ്റുള്ള ഓപ്ഷനായിരിക്കും. അതായത് അതാത് കോളേജിൻ്റെ സൈറ്റ് വഴിയാണ് ഓട്ടോണമസ് കോളേജിലേക്ക് അഡ്മിഷൻ ലഭിക്കാൻ അപ്ലൈ ചെയ്യേണ്ടത്. 1-2 അഡ്മിഷനുകൾക്ക് ശേഷം കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതുവഴി കോളേജിൽ നിന്നും ഇൻഡെക്സ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ വിളിക്കുന്നതായിരിക്കും അതാത് കോളേജുകളിൽ നിന്നും. അടുത്തതാണ് മാനേജ്മെൻറ്റ് കോട്ട. എയ്ഡഡ് കോളേജിലും അൺഎയ്ഡഡ് കോളേജിലും സെൽഫ് ഫിനാൻസിങ് കോളേജിലുമൊക്കെ മാനേജ്മെൻറ്റ് കോട്ട ഉണ്ടായിരിക്കുന്നതായിരിക്കും. 20% എയ്ഡഡ് കോളേജുകളിലും 50% വരെ സെൽഫ് ഫിനാൻസിങ് കോളേജിലും മാനേജ്മെൻറ്റ് കോട്ടയ്ക്ക് അഡ്മിഷനുണ്ട്. അതാത് കോളേജുകളിൽ ബന്ധപ്പെട്ട് സെപ്പറേറ്റ് അഡ്മിഷനാണ് മാനേജ്മെൻറ്റ് കോട്ടയ്ക്കായി നൽകേണ്ടത്. അതിനു മുമ്പായി ഓരോ വിദ്യാർത്ഥികളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആപ്ലിക്കേഷൻ സൈറ്റ് വഴി ക്യാപ് ഐ ഡി നിർബന്ധമായും സൃഷ്ടിക്കേണ്ടതാണ്. അടുത്ത് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ്. അതായത് 4 അലോട്ട്മെൻറ്റ് വരെ ഉണ്ടായിരിക്കും. ഒന്ന് ട്രയൽ അലോട്ട്മെൻറ്റാണ്. അതിൽ വിദ്യാർത്ഥികൾ ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും വലിയ കാര്യങ്ങളുണ്ടായിരിക്കില്ല. അതായത് അഡ്മിഷൻ ലഭിക്കില്ല. അടുത്ത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭിച്ച വിദ്യാർത്ഥിക്കാണ് അഡ്മിഷൻ ലഭിക്കുക. അഡ്മിഷൻ ലഭിച്ചാൽ മാൻഡേറ്ററി ഫീ അടിച്ച് സീറ്റ് ഉറപ്പിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അടുത്ത അഡ്മിഷനിലേക്ക് അതായത് അലോട്ട്മെൻറ്റിലേക്ക് വിദ്യാർത്ഥികളെ പരിഗണിക്കുന്നതുമല്ല. അതിനുശേഷം വേക്കൻ്റായി കിടക്കുന്ന സീറ്റുകളിലേക്ക് വിദ്യാർത്ഥികളെ സ്പോട്ട് അഡ്മിഷൻ വഴി തിരഞ്ഞെടുക്കുന്നതായിരിക്കും. തുടർന്നുള്ള അപ്ഡേറ്റുകൾ ഈ ചാനലിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.